നമസ്കാരം. നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ചിലതൊക്കെ വൈകാരിക നിമിഷങ്ങൾ പങ്കിടുന്ന തരത്തിലായി മാറുന്നുമുണ്ട്. അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ വിവിധ പ്രദേശങ്ങളിൽ രക്തരൂക്ഷിതമായ യുദ്ധമാണ് നടക്കുന്നത്. യുക്രൈന്റെ ഭൂമിയിൽ പലസ്തീൻ, ലെബനൻ, എത്യോപ്യൻ, സുഡാനിൽ, സിറിയയിൽ എല്ലാം യുദ്ധമാണ്. എന്നാൽ പ്രക്ഷുബ്ധതയ്ക്കിടയിലും സാധാരണക്കാരെ സംബന്ധിച്ച് ദൈനംദിന ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാൽ ബങ്കറിന്റെ സുരക്ഷിതത്തിലാണെങ്കിലും സാധാരണക്കാർ തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നു. ദുരന്തമുഖത്ത് അത്തരമൊരു സന്തോഷത്തിന്റെ അല്പനിമിഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടപ്പോൾ അത് വൈറലായി. 23 ലക്ഷം പേരാണ് വീഡിയോ ഇതിനകം കണ്ടത്. ഭൂഗർഭ ബങ്കറിൽ തങ്ങളുടെ ആദ്യ നൃത്തം പങ്കിടുന്ന ജെറുസലേമിലെ നവദമ്പതികളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടത്. ഇസ്രായേലും ഹമാസുമായി മാസങ്ങൾ നീണ്ട യുദ്ധം നടക്കുന്നതിനിടെ തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചത് സംഘർഷം അതിന്റെ പരിമിതിയിലെത്തിച്ചു. പ്രദേശവാസികൾ ഓരോ നിമിഷവും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള തലവൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് നിക്ഷേപിച്ചത്. ഇതിനിടെയാണ് സമൂഹ മാധ്യമമായ എക്സിൽ ഹൃദയഹാരിയായ ഒരു വീഡിയോ പങ്കുവെക്കപ്പെട്ടത്. ഇസ്രായേലിലെ ഒരു ബാങ്കറിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത അതിഥികളിൽ ആരോ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണിത്. ഇടുങ്ങിയതും മങ്ങിയതുമായ ഒരു അഭയ കേന്ദ്രത്തിൽ പ്രണയപൂർവ്വം നൃത്തം ചെയ്യുന്ന ദമ്പതികളെ വീഡിയോയിൽ കാണാം. വിവാഹ വസ്ത്രം ധരിച്ച ദമ്പതികൾ പരസ്പരം ആലിംഗനം ചെയ്തും സൗമ്യമായി നൃത്ത ചുവടുകൾ വെച്ചും തങ്ങളുടെ ആദ്യ നൃത്തം മനോഹരമാക്കുന്നു. വിരലിൽ എണ്ണാവുന്ന അതിഥികൾ മാത്രമാണ് ബങ്കറിൽ വധൂവരന്മാർക്കൊപ്പമുള്ളത്. അവരിൽ പലരും തങ്ങളുടെ സെൽഫോണുകളിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതും കാണാം. ജെറുസലേമിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നായ നോട്രി ഡാം ഹോട്ടലിന് സമീപമുള്ള ബങ്കറിലാണ് ഹൃദയസ്പർശിയായ നിമിഷം പകർത്തിയത്. വിവാഹത്തിന്റെ തലേരാത്രിയിൽ ഇറാൻ ഇസ്രായേലിൽ ഉടനീളം 180ഓളം മിസൈലുകൾ നിക്ഷേപിച്ചതിനെ തുടർന്നാണ് ലക്ഷക്കണക്കിന് ഇസ്രായേലുകളോടൊപ്പം ദമ്പതികളും ബങ്കറിൽ അഭയം തേടിയത്. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേം, ടെൽ അവീവ് തുടങ്ങിയ നഗരങ്ങളിൽ കെട്ടിടങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുകയും വെസ്റ്റ് ബാങ്കിലെ ഒരു പലസ്തീൻകാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ 2 ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.